വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ. ആത്മാവോടുകൂടെ ചെന്ന് അവൻ ബന്ധനസ്ഥരായ ആത്മാക്കളോട് സുവിശേഷം പ്രസംഗിച്ചു. അവരാകട്ടെ നോഹിന്റെ കാലത്ത് പെട്ടകം പണിയപ്പെട്ടപ്പോൾ ക്ഷമാപൂർവം കാത്തിരുന്ന ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു. ആ പെട്ടകത്തിൽ ഉണ്ടായിരുന്ന 8 പേർ മാത്രമേ ജലത്തിലൂടെ രക്ഷ പ്രാപിച്ചുള്ളൂ. അതിന്റെ സാദൃശ്യമുള്ള ജ്ഞാനസ്നാനം ഇപ്പോൾ നിങ്ങളെ രക്ഷിക്കുന്നു. അത് നിങ്ങളുടെ ശരീരത്തിലെ മാലിന്യത്തിന്റെ നിർമ്മാർജ്ജനമല്ല, മറിച്ച് ശുദ്ധ മനസ്സാക്ഷിക്കായി യേശുക്രിസ്തുവിന്റെ ഉത്ഥാനം വഴി ദൈവത്തോട് നടത്തുന്ന പ്രാർത്ഥനയാണ്. യേശുക്രിസ്തുവാകട്ടെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. ദൂതന്മാരും അധികാരികളും ശക്തികളും അവിടത്തേക്ക് കീഴ്പ്പെട്ടുമിരിക്കുന്നു. ഓർമ്മിക്കുക, ഭൂമി മനുഷ്യന്റെ സ്വന്തമായി ദൈവം കൊടുത്തു. ഭൂമിയിൽ സകലത്തിന്റെയും മേൽ അവന് ആധിപത്യമുണ്ട്. എന്നാൽ അവന്റെ പാപക്കറ മാത്രം അവനെ വിട്ടുമാറിയിരുന്നില്ല. അവന്റെ സിരകളിൽ പാപത്തിന്റെ മാലിന്യമുള്ള രക്തമാണ്. സന്താന പരമ്പരകൾ അവനുണ്ടായി. അവന്റെ രക്തത്തിൽ പിറന്നവരിൽ പാപമുണ്ട്, എന്തെന്നാൽ അവനിൽ പാപമുണ്ടായിരുന്നു. അങ്ങനെ മനുഷ്യൻ ജന്മപാപമുള്ളവനായി. ജനിക്കുമ്പോൾ നമുക്കാർക്കും പാപമെന്തെന്നറിയുകയില്ല. എങ്കിലും നമ്മിൽ പാപമുണ്ട്. അതിനാലാണ് ആഗ്രഹിക്കാത്ത തിന്മ നാം ചെയ്യുക. തിന്മ ചെയ്യണമെന്ന് ആർക്കാണ് ആഗ്രഹമുള്ളത്? എല്ലാ തെറ്റുകളും ആഗ്രഹപൂർവമാണോ ചെയ്യുക? ഞാൻ അങ്ങനെ ചെയ്തു പോയി, എന്റെ സാഹചര്യം അതായിരുന്നു എന്നാണ് നാം ഓരോരുത്തരും ന്യായീകരിക്കുക. ആ സാഹചര്യം എന്താണ്? അത്തരമൊരു സാഹചര്യം ഒരുക്കിയതാരാണ്? മനുഷ്യനുള്ള എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം അവന്റെ സ്വാർത്ഥതയാണ്. ഈ സ്വാർത്ഥതയാകട്ടെ അവനിൽ ജന്മന ഉണ്ട് താനും. ജന്മജന്മാന്തരങ്ങളുടെ പാപഭാരവും പേറിയാണ് അവൻ ജനിക്കുന്നത്. മനസ്സുകൊണ്ട് ദൈവത്തെ അവന് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ശരീരം കൊണ്ട് അവൻ പാപത്തെ സ്നേഹിച്ചു പോകുന്നു. മനസ്സുകൊണ്ട് ദൈവത്തിന്റെ നിയമത്തെ സേവിക്കാൻ ഇഷ്ടമാണ്. എങ്കിലും ശരീരം കൊണ്ട് പാപത്തിന്റെ നിയമത്തെ അവൻ സേവിച്ചു പോകുന്നു. ഈ അവസ്ഥയിൽ നിന്നും ആരാണ് അവനൊരു വിടുതൽ നൽകുന്നത്? ഈ ലോകത്തിൽ മറിയത്തെയും അവളുടെ മകനെയും മാത്രമേ പാപം തൊട്ടിട്ടില്ല എന്ന് പറയുന്നത്. ലോകചരിത്രത്തിൽ പാപമേറ്റെടുത്ത് പാപിയായ മനുഷ്യനെ രക്ഷിക്കുവാൻ വന്നവന്റെ പിന്നാലെ സഞ്ചരിക്കുമ്പോൾ പാപത്തിൽ നിന്നും പാപിയായ മനുഷ്യർക്ക് വിടുതൽ ലഭിക്കും. ആ ബോധ്യത്തിൽ ജീവിക്കുവാൻ എല്ലാവർക്കും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അനുതാപമുള്ളൊരു ഹൃദയം നൽകണേ, അനുദപിക്കാൻ ഒരു മനസ്സും നൽകണേ. അറിഞ്ഞും അറിയാതെയും ഞാൻ ചെയ്ത തെറ്റുകൾ എല്ലാം ക്ഷമിക്കണേ. ഞാൻ ചെയ്ത തെറ്റുകൾ എല്ലാം ക്ഷമിക്കണേ. അനുതാപമുള്ളൊരു ഹൃദയം നൽകണേ, അനുദപിക്കാൻ ഒരു മനസ്സും നൽകണേ.
നിന്നകന്നും ഞാൻ നടന്ന വഴികളെ ഓർത്തിടുന്നു. നിന്നെ മറന്നും നിന്നിൽ നിന്നകന്നും ഞാൻ നടന്ന വഴികളെ ഓർത്തിടുന്നു. നിന്നെ നോവിച്ചും വേദനിപ്പിച്ചും ഞാൻ ചെയ്തതെല്ലാം ക്ഷമിച്ചിടണേ. എൻ പാപമെല്ലാം പൊറുത്തിടണേ. എൻ പാപമെല്ലാം പൊറുത്തിടണേ. അനുതാപമുള്ളൊരു ഹൃദയം നൽകണേ. അനുതപിക്കാൻ ഒരു മനസ്സും നൽകണേ. വരുന്നു ഞാൻ, തിരിച്ചു വരുന്നു ഞാൻ. മകനെന്നു വിളിക്കാൻ യോഗ്യനല്ല. തിരികെ വരുന്നു ഞാൻ, തിരിച്ചു വരുന്നു ഞാൻ. മകനെന്നു വിളിക്കാൻ യോഗ്യനല്ല. ദാസനായിട്ടെന്നെ സ്വീകരിക്കൂ. നിൻ വീട്ടിലെന്നെയും ചേർത്തിടണേ. നിൻ വീട്ടിലെന്നെയും ചേർത്തിടണേ. നിൻ വീട്ടിലെന്നെയും ചേർത്തിടണേ. അനുതാപമുള്ളൊരു ഹൃദയം നൽകണേ. അനുതപിക്കാൻ ഒരു മനസ്സും നൽകണേ. അറിഞ്ഞും അറിയാതെയും ഞാൻ ചെയ്ത തെറ്റുകൾ എല്ലാം ക്ഷമിക്കണേ. ഞാൻ ചെയ്ത തെറ്റുകൾ എല്ലാം ക്ഷമിക്കണേ. അനുതാപമുള്ളൊരു ഹൃദയം നൽകണേ. അനുതപിക്കാൻ ഒരു മനസ്സും നൽകണേ.